നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഈ നക്ഷത്ര ജാതകർ ഒരു സന്തോഷ വാർത്ത കേൾക്കും. അതെ, ഈ നാളുകാർ ഒരു സന്തോഷ വാർത്ത കേൾക്കാനും അനുഭവിക്കുവാനുമുള്ള യോഗം വന്നു ചേരുന്നു. ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച, ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ആശ്വാസം വന്നു ചേരാൻ പോവുകയാണ്. ഒരു ഉദ്യോഗ കയറ്റത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നേട്ടത്തിലേക്കോ ഇഷ്ട വിവാഹത്തിലേക്കോ മനസ്സമാധാനമോ അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം വാങ്ങുന്നതിലേക്കോ ശത്രുക്കൾ അടുത്ത് കൂടുന്നതിലേക്കോ പരീക്ഷയിൽ ഉന്നതമായ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നതിലേക്കോ വസ്തു വാഹന ലാഭം ഇവയിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നയിക്കുവാനോ ഉള്ളൊരു വലിയ സൗഭാഗ്യം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ്. അതല്ലെങ്കിൽ ഇവർ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം വിജയം ഇവരെ തേടി വരും. ഏതായാലും തടസ്സമില്ലാതെ ജീവിതത്തിൽ ഈ ഒരു ആഗ്രഹം എന്തു തന്നെയായാലും ഈ നക്ഷത്ര ജാതകർക്ക് നടക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി വരുന്ന ഏതാനും ദിവസത്തിനകം സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. 11 നക്ഷത്ര ജാതകർക്കാണ് ഇങ്ങനെയൊരു മഹാഭാഗ്യം വന്നു ചേരുന്നത്. ജീവിതത്തിലെ സകല ക്ലേശങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. മുത്തുമാരി അമ്മയോട് പ്രാർത്ഥിച്ചാൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഞാൻ നിങ്ങൾക്ക് അമ്മയോട് പ്രാർത്ഥന നടത്തും. നാളെ വ്യാഴാഴ്ചയാണ്, പ്രത്യേക പൂജയുണ്ടാകും. ഗണപതി ഹോമവും നാളെ രാവിലെ ഉണ്ടാകും. ഗണപതി ഹോമത്തിലും നിങ്ങളെ പങ്കെടുപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഗണപതി ഹോമം നടത്തേണ്ടവർ ഗണപതി ഹോമം എന്ന് പ്രത്യേകം ഒന്ന് എഴുതിയേക്കുക. മറ്റ് ക്ഷേത്രങ്ങളിൽ ആരെങ്കിലും ഗണപതി ഹോമം നടത്തുന്നു എങ്കിൽ എഴുതേണ്ട കാര്യമില്ല. മറ്റ് പൂജയിലൊക്കെ പങ്കെടുപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ വെളുപ്പിനെ 5 മണിക്കൊരു പ്രത്യേക പൂജയുണ്ട്. ഈ പൂജയിലും നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളൊക്കെ മാറുമെങ്കിൽ അത് വളരെ വലിയ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ മാറട്ടെ, ജീവിതത്തിലെ സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ഏതാനും ദിവസത്തിനകം ഒരു വലിയ ഭാഗ്യത്തിലേക്ക്, നേട്ടത്തിലേക്ക്, ഐശ്വര്യത്തിലേക്ക് എത്തുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി അശ്വതി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. അശ്വതിയുടെ നല്ല സമയം തെളിയാൻ പോവുകയാണ്. വളരെ അനുകൂലമായ സമയമാണ്. കഴിവതും വാക്കുകളൊക്കെ പാലിക്കുക. വിദേശ യോഗം കാണുന്നുണ്ട്. പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് രക്ഷപ്പെടുവാൻ അശ്വതിക്ക് സാധ്യമാകും. ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ കൂടി നടത്തുക. ഭാഗ്യാനുഭവങ്ങൾ പലതരത്തിൽ പല അവസരങ്ങളായി നിങ്ങളുടെ മുന്നിൽ തെളിയാൻ പോവുകയാണ്. ഏതായാലും രക്ഷപ്പെടും. ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഇവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് 7 ഏതായാലും ഭാഗ്യാനുഭവം നിങ്ങൾക്ക് വളരെ നല്ല നിലയിൽ എത്തിച്ചേരുന്ന സമയം തന്നെയാണ് ഈ ഒരു കാലഘട്ടം. ഏതായാലും അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരു 28 വയസ്സിന് ശേഷമായിരിക്കും ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾ തുടങ്ങുക. അശ്വതി നക്ഷത്ര ജാതകർ മിക്കപ്പോഴും പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവർ വീട്ടിലെ ആദ്യത്തെ സന്താനം തന്നെയായിരിക്കും. ഏതായാലും അശ്വതിക്കൊരു വലിയ ഭാഗ്യാനുഭവം, വലിയൊരു നേട്ടം വന്നു ചേരുന്നു. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ്. കാർത്തികയ്ക്കും ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി രക്ഷപ്പെടാൻ കാർത്തികയ്ക്ക് കഴിയുന്ന സമയമാണ്. ഉയർച്ചയുടെ സമയമാണ്. ഒരു ജോലിയൊക്കെ കിട്ടുന്ന സമയമാണ്. അതുപോലെ വസ്തുവകകളൊക്കെ വാങ്ങുവാൻ യോഗം വന്നു ചേരുന്ന സമയമാണ്. അമ്മ മാരിയമ്മയുടെ കൂട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി രക്ഷപ്പെടാൻ കാർത്തികയ്ക്ക് കഴിയുന്ന സമയം തന്നെയാണ്. അവസരങ്ങൾ ഒരുപാട് വന്നു ചേരും. ലോട്ടറിയൊക്കെ എടുക്കുന്ന ശീലമുള്ളവർക്ക് കാർത്തിക ഈ ഒരാഴ്ചക്കാലം വളരെ അനുകൂലം തന്നെയാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരും. 9 ഭാഗ്യ നമ്പരാണ്.
അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിരയുടെ നല്ല സമയം തെളിയുന്ന കാലമാണ്. തിരുവാതിര നക്ഷത്ര ജാതകർ ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെ പോകുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ. എന്നാൽ ഒരു വലിയ നേട്ടം ഇവരെ കാത്തിരിപ്പുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവരെ തേടി വരും. ധാരാളം ധനമൊക്കെ സമ്പാദിക്കാനും ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്യുവാനും ഒരുപാട് വസ്തുവകകളൊക്കെ വാങ്ങിക്കൂട്ടുവാനുമൊക്കെയുള്ള യോഗം തിരുവാതിര നക്ഷത്ര ജാതകർക്കുണ്ട്. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. തിരുവാതിര നക്ഷത്ര നാളിൽ ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം മഖമാണ്. മഖത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്. ഒരുപാട് നേട്ടം, ഒരുപാട് ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. 7 ഭാഗ്യ നമ്പരാണ്. ഈ വരുന്ന കുറച്ച് ദിനങ്ങൾ ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടമൊക്കെ വന്നു ചേരും. 33 വയസ്സിന് ശേഷമായിരിക്കും മകൻ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുക. കഷ്ടതകളൊക്കെ അവസാനിക്കും. രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജയൊക്കെ നടത്തുക. അടുത്ത നക്ഷത്രം പൂരമാണ്. ഗണപതിക്ക് തേങ്ങയുടയ്ക്കുക, ഏത്തമിടുക. ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. ലോട്ടറി എടുക്കുന്ന ശീലമൊക്കെ ഉള്ളവർക്ക് ലോട്ടറിയൊക്കെ അടിച്ചു കാണും. അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവർക്ക് അവിടെയൊക്കെ ലോട്ടറി എടുത്താൽ അതിൽ നിന്നൊക്കെ അല്പം ലാഭമൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ്. ഏതായാലും ചൂതാട്ടമാണ്. അല്പം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങളെ തേടി വരും. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ചിത്തിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ്. 3 ഭാഗ്യ നമ്പരാണ്. ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട്. വിദേശ രാജ്യത്ത് നിന്നൊക്കെ ലോട്ടറി അടിക്കാനുള്ള സാധ്യതയും ധനം ഒരുപാട് വന്നു ചേരുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. തൊട്ടടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ്. നയപരമായ കാര്യങ്ങളൊക്കെ നീക്കിയാൽ ഒരുപാട് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. ബുദ്ധിവൈഭവം കൊണ്ട് രക്ഷപ്പെടുന്ന നക്ഷത്രമാണ് വിശാഖം. ഇനി ധാരാളം അവസരങ്ങളൊക്കെ വിശാഖത്തിന് വന്നു ചേരും. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാകും. രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇനി ഉയർച്ചയുടെയും നല്ല നാളുകളുടെയും സമയം തന്നെയാണ്. 7 ഭാഗ്യ നമ്പരാണ്. ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്ക് ഈ ഒരു മാസക്കാലം വളരെ അനുകൂലമാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടത്തിൻ്റെ ഭാഗ്യ നമ്പർ 2ആണ്. 2ൽ അവസാനിക്കുന്ന നമ്പരൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതൊക്കെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ പൂരാടത്തിന് ഇനി കഴിയുന്ന സമയമാണ്. എട്ട നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യ സമ്പന്നതയാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി അവിട്ടത്തിന് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുകയും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഇവരെ തേടി വരികയും ചെയ്യും. അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് അവിട്ടം എത്തുക. സങ്കടപ്പെടേണ്ട ഒരാവശ്യവും അവിട്ട നക്ഷത്ര ജാതകർക്ക് ഇനി ജീവിതത്തിൽ വന്നു ചേരില്ല. അത്രയധികം നേട്ടവും ഭാഗ്യാനുഭവങ്ങളും അവിട്ടത്തെ തേടി വരും. നല്ല നാളുകളാണ്. ഒരു 40 വയസ്സിന് ശേഷം ഏറ്റവും അധികം ധനാഭിവൃദ്ധി വന്നു ചേരുന്ന സമയമായിരിക്കും അവിട്ടത്തിന്. അടുത്ത നക്ഷത്രം രേവതിയാണ്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയും രേവതിക്ക്. ഇനി ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിച്ച് അവൽ നിവേദ്യം നടത്തുക. അതൊക്കെ ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. ഒത്തിരി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരട്ടെ. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.